ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു 2 ആഴ്ച മുന്നേ സ്കൂളിൽ ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. എല്ലാ പ്രാവശ്യം ഞാൻ ലാസ്റ്റ് മൊമെൻറ്റിലാണ് പോയി സ്കൂളിൽ പിള്ളേർക്ക് ആവശ്യമുള്ള സാധനമൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ആ ഒരു സമയത്ത് കിട്ടത്തില്ല. ഇപ്പോഴും ലാസ്റ്റായി ഞാനൊരു 2 വീക്ക് മുന്നേ പോകുന്നേ ഉള്ളൂ, ഒരുപാടൊന്നും നേരത്തെ അല്ല. പിന്നെ 2 പേരും അതുപോലെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മോളാണെങ്കിൽ ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ LKG പോവാണ്. അപ്പോൾ അവളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം അതിനിടയ്ക്ക് രണ്ടുപേരുടെ വണ്ടിയിൽ ഇരുന്നിട്ട് കുറച്ച് വഴക്കുണ്ടായിരുന്നു. നിനക്കിത് മേടിക്കും, നിനക്കിത് മേടിക്കില്ല, എനിക്കിത് മേടിക്കും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ ചെറിയ ഫൈറ്റ് ആയിരുന്നു. നമ്മൾ പോയത് കായംകുളത്താണ്. സ്കൂളിലെ ബാഗും ടിഫിൻസും ടിഫിൻ ബാഗും അങ്ങനെയുള്ളതൊക്കെ പർച്ചേസ് ചെയ്യാൻ നമ്മൾ കായംകുളത്ത് പോയത്. കായംകുളത്ത് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞിട്ട് അവിടെയാണ് നമ്മൾ വണ്ടി മാറ്റിയിട്ടത്. അതുപോലെ തന്നെ മോടെ സ്കൂളിൽ നിന്ന് കുറേ വോയിസ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, ഇന്നത് വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അതൊന്നും ഫുള്ളായിട്ട് കേട്ടിട്ടില്ലായിരുന്നു. അപ്പം ഈ ഒരു സമയത്തിലാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ചെറിയൊരു കലിപ്പിലായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് പിന്നെ വരാം, ഇപ്പം ഇതെല്ലാം വോയിസ് എല്ലാം കേട്ടിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവിടെ അടുത്തുള്ള കായംകുളത്ത് തന്നെ ഒരു ഷോപ്പിൽ കയറി. ഗ്രാൻഡ് ഷോപ്പിൽ നിന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് നമ്മളിങ്ങനെ പോയിട്ട് അവിടെ കുറേ ഷോപ്പ്സ് നോക്കി. അപ്പോൾ നമുക്ക് ഫസ്റ്റല്ല സെക്കൻഡ് തേർഡ് ഉള്ളൊരു ഷോപ്പിലോട്ടാണ് നമ്മൾ കയറിയത്. അവിടെ കായംകുളത്താണെങ്കിൽ അടുപ്പിച്ച് തന്നെ ഇഷ്ടംപോലെ സ്കൂൾ ഐറ്റംസിൻ്റെ തന്നെ ഷോപ്പായിരുന്നു. കാരണം സ്കൂൾ തുറക്കുമല്ലേ, അപ്പം നല്ല ചിലവാകും. അപ്പോൾ ആ ഒരു രീതിയിൽ ഫുള്ള് ഐറ്റംസ് സ്കൂളിൻ്റെ ഐറ്റംസ് തന്നെ ആയിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നമുക്ക് ആദ്യം പോയി ബാഗ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു മുകളിലത്തെ ഫ്ലോറിലോട്ട് പോകണം. അങ്ങനെ നേരെ നമ്മൾ മുകളിലത്തെ ഫ്ലോറിലോട്ട് വിട്ടു. മോൾക്ക് ഞാൻ ആദ്യം ഒരു ബാഗ് ചൂസ് ചെയ്തു, പക്ഷേ അതെന്തോ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് കാരണം അത് മാറ്റിയിട്ട് പിന്നെ ഞാൻ വേറെ എടുത്തു. മോനാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഓരോ ബാഗും പൊക്കി നോക്കിയിട്ട് അതിലെന്താണുള്ളത്, അവൻ അതിൻ്റെ അകത്ത് ഗിഫ്റ്റ്സ് ആണ് അവൻ ആവശ്യം. കാരണം ഇത് നമ്മൾ സ്കൂബിയുടെ ബാഗാണ് എടുക്കാൻ പോകുന്നതെന്ന് ആദ്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഗിഫ്റ്റ് ഉണ്ടെന്ന് അവനറിയാം. അങ്ങനെ അവനത് തുറന്ന് നോക്കി. അപ്പോൾ ഒരു ബാഗിൻ്റെ അകത്ത് ഡ്രോയിങ് ബുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റെഡ് ആണ് ഞാൻ പറഞ്ഞു വേണ്ട, റെഡ് വേണ്ട, അവൻ്റെ യൂണിഫോം ബ്ലൂ, അപ്പോൾ നമുക്ക് ബ്ലൂ എടുക്കാം. അങ്ങനെ പറഞ്ഞു ബ്ലൂ വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്ലൂ ഒരെണ്ണം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ചെറിയ വൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടത്. അങ്ങനെ പിന്നെ അവസാനം പുള്ളിക്കാരൻ ആ ബ്ലാക്ക് കയറി പിടിച്ചു. അങ്ങനെ അതിൻ്റെ അകത്ത് എന്തോ നെയിം സ്ലിപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പരസ്യത്തിൽ കാണിക്കുന്ന ഒരു കളിപ്പാട്ടമില്ല, അതും ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. 2 പേർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അത് മേടിച്ചുകൊണ്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഷൂ സെക്ഷനിലോട്ടാണ് പോയത് ഷൂസ് എടുക്കാൻ. മോനാണെങ്കിൽ ഈ ഒറ്റ പേർ ബ്ലാക്ക് ഷൂ മാത്രം മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ മോന് നമ്മൾ ആദ്യം തന്നെ അവൻ്റെ സൈസ് പറഞ്ഞെടുത്ത് കറക്റ്റ് തന്നെ അവൻ അന്നേരം തന്നെ കിട്ടിയായിരുന്നു. ആദ്യം നമുക്ക് ട്രയൽ ചെയ്ത് നോക്കേണ്ട ആവശ്യം വന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മോക്കുള്ള ഷൂ ആണ് നോക്കിയത്. മോക്കാണെങ്കിൽ സ്കൂളിൽ നിന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീക്ക്ലി 4 days വൈറ്റ് ഷൂസും 1 day ബ്ലാക്കും. അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് ബ്ലാക്ക് ഷൂ ഓക്കെ ആയിരുന്നു. അവിടെ മീൻസ് കാലിന് അളവിന് കിട്ടി. പിന്നെ വൈറ്റ് നോക്കിയപ്പം അവിടെ കാലിന് ഒരളവ് കുറവായിരുന്നു കിട്ടിയത്. അപ്പോൾ ആദ്യം നമ്മളോട് അവർ പറഞ്ഞത് ഇതേ ഉള്ളൂ, അവിടെ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് താഴെ പോയി നമ്മൾ കുറച്ച് സാധനമൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു നമുക്ക് വൈറ്റ് ഷൂ വേണമായിരുന്നു, കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെ ഗോഡൗണിലുണ്ട്. അങ്ങനെ അവർ ഗോഡൗണിൽ നിന്ന് നമുക്ക് എടുത്തുകൊണ്ട് തരുവാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അതും സെറ്റായി. അപ്പോൾ അങ്ങനെ നമ്മൾ ഷൂവിൻ്റെ സെക്ഷനെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് റെയിൻകോട്ട് ഇനി താഴെ പോയിട്ട് വീണ്ടും മേലോട്ട് വരണ്ടല്ലോ എന്നിട്ട് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ റെയിൻകോട്ട് ഇവിടെ മേളിൽ തന്നെ ഉണ്ട്, നമുക്കത് നോക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പിന്നെ റെയിൻകോട്ട് എടുക്കാനാണ് പോയത്. ആദ്യം ആ റെഡാണ് എന്നെ കാണിച്ചത്. അപ്പോൾ റെഡ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞൊരു ഡാർക്ക് ബ്ലൂ അതൊക്കെ, അല്ലെങ്കിൽ ഒരു ബ്ലാക്കോ അങ്ങനെയുള്ള ഒരു ബ്രൗണോ അങ്ങനെ കളർ. ഞാൻ പറഞ്ഞു ഡാർക്ക് ബ്ലൂ ഇല്ല, ഈ ലൈറ്റ് ബ്ലൂ ആണുള്ളത്. അപ്പം ഇട്ട് കൊടുത്തപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു. അവന് മീൻസ് സൈസ് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അത് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് റെയിൻകോട്ട് വേണമായിരുന്നു, പക്ഷേ അത് എടുക്കാൻ ഞാനങ്ങ് വിട്ടുപോയി. അങ്ങനെ താഴെ വന്നപ്പോൾ നമ്മൾ കുറച്ച് ടിഫിൻസും കാര്യങ്ങളൊക്കെ മേടിക്കാൻ നോക്കാവുന്നത്. പക്ഷേ പുള്ളിക്കാരൻ ആദ്യമേ കയറി ബോക്സിൽ നമ്മൾ പെൻസിൽ ബോക്സിൽ പിടിച്ചു. ആദ്യം കാണിച്ചാൽ അത് ജസ്റ്റ് ഒരു ലൈറ്റ് പ്രസ് ചെയ്യുന്ന സംഭവം ഉണ്ട്. അത് വേണമെന്ന് സ്കൂളിൽ കൊണ്ടുപോയാൽ അത് ഭയങ്കര ഇഷ്യൂ ആയിരിക്കും. അത് കാരണം ഞാൻ മോനോട് 2 പേർക്ക് കൂടെ ഒരു പൗച്ച് ടൈപ്പാണ് എടുത്തത് 2 പേർക്കും. അത് കഴിഞ്ഞ് ഒരു മോനാണെങ്കിൽ അങ്ങനെ നിർബന്ധമായി പെൻസിൽ ബോക്സ് വേണമെന്ന്. അങ്ങനെ ആ ലൈറ്റിൻ്റെ സംഭവം ഒഴിവാക്കിയിട്ട് വേറൊരെണ്ണം കിട്ടി. അപ്പോൾ അതിന് സിമിലർ തന്നെ ഒരു ബോക്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോന്നും വാട്ടർ ബോട്ടിൽ ഇത് വേണം, ടിഫിൻ അത് വേണം, അങ്ങനെ ഓരോന്നും പിടിച്ചോണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് അങ്ങനെ മേടിക്കാൻ പറ്റില്ല. നമുക്ക് സ്കൂളിൽ നിന്ന് എന്താണോ പറഞ്ഞത് ആ ടൈപ്പ് മാത്രമേ മേടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ബോട്ടിൽ നമ്മൾ മോക്ക് ബ്ലൂ കളർ സ്റ്റീലിൻ്റെ ബോട്ടിലാണ് മേടിച്ചത്. മോനപ്പോൾ ഉടനെ അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും വാങ്ങി. പിന്നെ ഞാൻ 2 പേർക്കും ഓരോന്ന് എക്സ്ട്രയും കൂടെ വാങ്ങി. കാരണം എന്തായാലും വീട്ടിൽ നിന്ന് 2 ബോട്ടിൽ നമ്മൾ കൊടുത്ത് വിടും. അപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണല്ലോ നോക്കിയിട്ട് അങ്ങനെ എക്സ്ട്രാ 2 കുപ്പിയും കൂടെ മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ടിഫിൻ ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം അവരോട് പറഞ്ഞു നമുക്ക് വൈറ്റ് സോക്സ് വേണം. കാരണം നമുക്ക് വീക്ക്ലി 4 days വൈറ്റ് സോക്സ് വേണം. 1 day അല്ലാതെ യൂണിഫോമിൻ്റെ കളർ സോക്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 4 വൈറ്റ് സോക്സ് മേടിച്ചു. നമുക്ക് ഷൂ ഇതുവരെയും കിട്ടിയിട്ടില്ല. അവരോട് സോക്സ് എടുത്തപ്പം പറഞ്ഞപ്പോഴാണ് അവർ ഗോഡൗണിൽ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ അവിടെ ഉള്ള ബാഗ്സും ഷൂസും ചപ്പൽസും അങ്ങനെയുള്ള കുറേ സംഭവമൊക്കെ എല്ലാം ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത്രയും ടൈം വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. അതിനിടയ്ക്ക് 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാനും പിടിക്കാനും ഒക്കെ ഒന്ന് നോക്കി. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് വൈറ്റ് ഷൂ വന്നിട്ടുണ്ട് പ്രണവിയുടെ. അങ്ങനെ പ്രണവി ട്രൈ ചെയ്യാണ് വൈറ്റ് ഷൂ. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിരുന്നു. നമുക്ക് ബ്ലാക്ക് എടുത്താൽ സെയിം സൈസ് തന്നെ അവർ കൊണ്ടുവന്നത്. നമ്മൾ സൈസ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ സെയിം സൈസ് തന്നെ നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബില്ലടിക്കാൻ നേരമാണ് ഞാനിവിടെ ഷൂ പോളിഷ് കണ്ടത്, വൈറ്റും ബ്ലാക്കും. കാരണം വൈറ്റ് ഷൂ ഉള്ളപ്പോൾ എന്തായാലും അതിനും പോളിഷ് വേണം. വൈറ്റൊക്കെ എന്തായാലും നാളെ ബ്ലാക്ക് ആകും, അത് വേറെ കാര്യം. എന്തായാലും നമ്മൾ പോളിഷും കാര്യമൊക്കെ മേടിച്ചിട്ടുണ്ട്. ബില്ലടിക്കാൻ നേരമാണ് പെട്ടെന്ന് ഓർത്തത് നമ്മൾ എന്തായിരുന്നു ലഞ്ച് ബാഗ് നോക്കിയില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അവർ പറഞ്ഞു ഈ ബ്രാൻഡ് നല്ലതാണ്, 1 year വാറണ്ടി ഒക്കെ ഉണ്ട്, എടുത്തോളാൻ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അതും എടുത്തിട്ട് ബില്ലും അടിച്ച് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ സ്കൂൾ ഷോപ്പിംഗ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊക്കെ സ്കൂളിൽ ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്തോന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ കൊണ്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ.